ആണ് ഈ പുഞ്ചിരി പോലുമില്ലാതെ അവർ മടങ്ങിയെത്തുന്നത്, ജീവനില്ലാത്ത ഈ ശരീരങ്ങൾ എത്തുന്നത്. ആര്യ, അങ്ങേയറ്റം വേദനാജനകമാണ് ഈ ദിവസവും സമയവുമെല്ലാം. ഇത് പെട്ടെന്ന് കടന്നുപോയെങ്കിൽ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇത് വേദനയല്ലാതെ മറ്റൊന്നും, സങ്കടങ്ങളല്ലാതെ ഒന്നും കഴിഞ്ഞ കുറേ സമയമായി ഇവിടെ നിന്നില്ല എന്നതാണ്. തോരാത്ത കണ്ണുനീരും ദുഃഖം ഘനീഭവിച്ച മുഖങ്ങളുമെല്ലാം മാത്രമാണ്. അത് മാത്രമേ ഉള്ളൂ എവിടെ നോക്കിയാലും കാണുന്നത്. ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത്, ഇവരെ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ചുമതലപ്പെട്ടിരിക്കുന്ന ബന്ധുക്കളെയാണ്. അദ്ദേഹം അങ്ങനെ ഒരാൾ അല്പം സംസാരിച്ചിരുന്നു. കാരണം അദ്ദേഹം പറയുന്നത്, ഇവിടെ നിന്ന് ഇത് ഏറ്റുവാങ്ങി കൊണ്ടുപോകുന്നത് അത് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യമാണ്. കാരണം വീട്ടിലേക്ക് പലപ്പോഴും സന്തോഷവുമായിട്ട് ഇവനൊപ്പം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് ഒരു ബന്ധു പറയുണ്ടായിരുന്നു. പലപ്പോഴും വീട് വരെയും ചിരിച്ച് സംസാരിച്ചെല്ലാം തന്നെ കടന്നുപോയിട്ടുണ്ട്. ഇതൊന്നുമില്ലാതെ വളരെ വിമുഖമായി അവിടം വരെ യാത്ര ചെയ്യുക, ഈ ഓർമ്മകൾ വല്ലാതെ ഭാരം തോന്നുന്ന ഒരവസ്ഥയിലേക്ക് വരിക, ഒന്നുമില്ല പറയാൻ, സങ്കടങ്ങളല്ലാതെ മറ്റൊന്നും. അവിടെ കാത്തിരിക്കുന്നതും സങ്കടങ്ങളുടെ ഒരു പെരുങ്കടലാണ് അവിടെയുള്ള വീട്ടിലുള്ളത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. കാരണം അവിടേക്ക് ചെല്ലുമ്പോൾ ഇതിനും അലമുറയിട്ട് കരയുന്നവരെ മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. എത്ര നാളെടുക്കും അദ്ദേഹം ചോദിക്കുന്നത്, എത്ര നാൾ കൊണ്ട് ഇത് കടന്ന് മുന്നോട്ട് പോകുമെന്നതാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ, കാരണം നമ്മൾ മുന്നോട്ടുള്ള പോക്കിലാണ് നമ്മൾ അറിയുന്നത്, നമ്മൾ നടക്കുന്ന വഴികൾ, അതിൻ്റെ ഒരു ആഴം എത്ര കണ്ട് വലുതാണ്. നമ്മളെ താങ്ങിയിരുന്ന കരങ്ങൾ എത്ര കണ്ട് ബലവത്താർന്നു എന്നുള്ള കാര്യമെല്ലാം അത് നഷ്ടപ്പെടുമ്പോൾ മാത്രമുള്ള ശൂന്യതയിലൂടെ മാത്രം തൊട്ടറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ അത് അനുഭവിച്ച് തീർക്കുക എന്നതാണ്. അദ്ദേഹം പറയുന്നത് ആ ഒരു ചുമതലയാണ് വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ കാത്തിരിക്കുന്നവർക്ക് മുന്നിലേക്ക് അവർക്കറിയാം വരുന്നത് എല്ലാം നഷ്ടപ്പെട്ട് ഉള്ള ഒരു വരവാണെന്ന്. ഇനി ഒരിക്കലും അതിലേക്ക് ചേർന്ന് എടുക്കാനായിട്ട് തിരിച്ചെടുക്കാനാവാത്ത വിധം അതെല്ലാം തന്നെ ആഴത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എങ്കിൽ കൂടിയും ഇനി എങ്ങനെയാണ് വീടിൻ്റെ ഒരു അന്തരീക്ഷം എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചോദിക്കുകയാണ്. ഇതിനൊപ്പം തന്നെ സൂചിപ്പിക്കട്ടെ, തമിഴ്നാട് സ്വദേശികളായ 7 പേരുടെയും മൃതദേഹങ്ങൾ അവരുടെ മന്ത്രിയുടെ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരടക്കം ഈ ഒരു സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. വൈകാതെ അവരും അവരുടെ മൃതദേഹങ്ങളുമായി അവരുടെ യാത്രയും ഇവിടെ നിന്ന് തുടങ്ങുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും അത്തരം നടപടികളും കാര്യങ്ങളും എല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഏറിയ പങ്കും മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. 15 പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ ഇവിടേക്ക് ആംബുലൻസിലേക്ക് മാറ്റുകയും അവിടെ നിന്ന് അവർ പുറപ്പെടുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നു എന്നതാണ് ഇവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. ആര്യ, ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.